കുറേ പ്രസംഗം പലപ്പോഴായി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലൊരാൾ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായാലും വേറെ ആരുടേതായാലും അവിടുത്തെ ഷഅറ്, അവിടുത്തെ സുന്ദരമായ കേശകുസുമങ്ങൾ, അതിന് ഒരു ബർക്കത്തും പുണ്യവുമില്ല എന്ന് പറഞ്ഞു ഒരാള്. അയാള് പറഞ്ഞു, ബാപ്പന്റെ പെണ്ണ് ഞാൻ കൊണ്ടു നടക്കാറുണ്ട്, കുറെ കാലം കഴിഞ്ഞാലും ബാപ്പന്റെ കൊട അതിന്റെ ഇല്ലി പൊട്ടിയാലും ചിലപ്പോ ഞാനിങ്ങനെ കൊണ്ടു നടക്കും, അതൊരു ഓർമ്മയ്ക്ക് നല്ലതാണ്. ഇതിനപ്പുറം മുഹമ്മദ് നബിയുടേതായാലും അതിലും വലിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടേതായാലും അതിന് വലിയ കാര്യമൊന്നുമില്ല. ഇന്നങ്ങൾക്ക് അറിഞ്ഞൂടെ എന്റെ നാട് ബാലുശ്ശേരി, ഇന്നങ്ങൾക്ക് അറിഞ്ഞൂടെ എന്റെ അമ്മാന്റെ വീട് കാരന്തൂരാണ് എന്നൊക്കെ പറയുന്ന ഒരാള് മനസ്സിലായി. അയാള് പറഞ്ഞു ഞാനൊരു ക്വാറി തൊഴിലാളിയാണ്. അയാള് പറയണ് മുഹമ്മദ് നബി ജബലുർ റഹ്മയിൽ തൗഹീദ് പ്രഭാഷണം നിർവഹിച്ചപ്പോ മനസ്സിലായില്ലേ എന്താ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫാന്റെ പേര് പറയാൻ ഈ ക്വാറി തൊഴിലാളി പഠിച്ചിട്ടുണ്ടോ? തൗഹീദ് അക്ഷരമൊന്ന് മൊഴിഞ്ഞ് പ്രൊനൗൺസ് ഒന്ന് നന്നാക്കി വരണം മോനെ, എന്നിട്ട് ഖുർആൻ ഓതിയാൽ പോരെ. സുബ്ഹാനല്ലാഹ്, മുത്തുനബി പലരെ പറ്റിയും അത്ഭുതം കൂറിയിട്ടുണ്ട്. മബാലു അഖ്വാമി, എന്താ ചില മനുഷ്യന്മാരെ ഹാല്? മബാലു ബാലു ബാലു, ഒന്ന് ആലോചിക്കണം എന്താണ് ഈ പറയുന്നത്. എന്റെ അമ്മന്റെ നാടുകാരൻ ദൂരാണ്, അതുകൊണ്ട് വലിയ പുണ്യൊന്നുമില്ല. ഓതി പഠിച്ചിട്ടുണ്ടോ? അതിലർത്ഥമുണ്ടെങ്കിൽ കാര്യമുണ്ട്. ആ വ്യക്തി പറയണ ബാപ്പന്റെ പെണ്ണ് ഞാൻ കൊണ്ടു നടക്കണ് അതൊരോർമ്മയ്ക്ക് എന്നല്ലാതെ വേറെന്ത്? ബാപ്പന്റെ കൊട ഇല്ലി പൊട്ടിയാലും ഞാൻ കൊണ്ടു നടക്കണം അതെന്തിന്? അതോർമ്മയ്ക്ക്, അതിൽ കൂടുതലൊന്നുമില്ല എന്ന് പണ്ട് പറഞ്ഞവർ അവര് മാറ്റി പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇപ്പൊ ചിലര് പറയണ റസൂലുള്ളാഹിന്റേതാണെങ്കിൽ കേശത്തിന് പുണ്യുണ്ട്. അൽഹംദുലില്ലാഹ്, അതെങ്കിലും സംഭവിച്ചല്ലോ, സന്തോഷം സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരിശുദ്ധ ദീന് ആദ്യം തുടങ്ങി തന്ന ബറക്കത്തിന്റെ ബാഇന്റെ ബറക്കത്ത്, ആ ബറക്കത്ത് അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അവിടെ പോലും യുക്തിവാദം, കുതർക്കം, അത്തരം രോഗങ്ങളിൽ നിന്ന് നമ്മളെ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ബിസ്മിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കും മുഅ്മിനീങ്ങളെ, ബിസ്മിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കും മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ ഇസ്മു ചൊല്ലിയ ബറക്കത്ത് കൊണ്ട് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നു, അതല്ലേ അർത്ഥം? അല്ലാഹുവിന്റെ ഇസ്മു ചൊല്ലിയ ബറക്കത്ത് കൊണ്ട് ഞാൻ ഈ വീട് തുറക്കുന്നു, അതല്ലേ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ ഇസ്മു ചൊല്ലിയ ബറക്കത്ത് കൊണ്ട് ഞാനിതാ യാത്ര തിരിക്കുന്നു, ബറക്കത്തിന്റെ ബാ അല്ലേ? പരിശുദ്ധ ദീൻ ആദ്യം പഠിപ്പിച്ച ഇസ്മ ബിസ്മി നമ്മൾ ആലോചിക്കണം. ശരിയാണ്, ബിസ്മിയുടെ അർത്ഥവും ചിന്തിക്കണം. നീ അല്ലാഹുവിന്റെ ആളായിട്ട്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളായിട്ട്, അല്ലാഹുക്ക് 17 റക്അത്ത് ഓരോ ദിവസവും നിസ്കരിക്കുന്ന ഒരാളായിട്ട്, 50 റക്അത്ത് ഫർളും സുന്നത്തും കൂടി എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ഒരാളായിട്ട് നീ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിനെ കേട്ടിട്ടുണ്ടോ? അല്ലാഹുവിനെ തൊട്ടിട്ടുണ്ടോ? അല്ലാഹുവിനെ മണത്തിട്ടുണ്ടോ എന്നാരെങ്കിലും ഒരാളങ്ങ് ചോദിച്ചാൽ നമ്മുടെ മറുപടി ഞാൻ അല്ലാഹുവിനെ കാണണം എന്ന് വാശി പിടിക്കുന്നവനല്ല. എനിക്ക് നേരിട്ട് കേൾക്കണം എന്ന് ആഗ്രഹിച്ചു, പക്ഷേ അതിന് വാശി പിടിക്കുന്നവനല്ല. എനിക്ക് തൊട്ടാലേ മണത്താലേ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് ഞാൻ അങ്ങനെ അഹങ്കരിക്കുന്നവനല്ല. പിന്നെ എനിക്ക് ആകെയുള്ള ഒരു സായുജ്യം അല്ലാഹ്, ആ പേര് ഞാൻ പറഞ്ഞാൽ പിന്നെ എൻ്റെ ആഹാരത്തിൽ, എൻ്റെ യാത്രയിൽ, എൻ്റെ വിവാഹത്തിൽ, എൻ്റെ വ്യവഹാരത്തിൽ, എൻ്റെ ദുആയിൽ, എൻ്റെ ഉളുവിൽ, ഞാൻ ഓതുന്ന ഖുർആനിൽ ബറക്കത്ത് 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 പുണ്യം വന്നു നിറയും. എനിക്കത് മതിയല്ലോ, എനിക്കത് മതിയല്ലോ. ബിസ്മില്ലാഹ്, അല്ലാഹുവിനെ കണ്ടിട്ടില്ലെങ്കിലും
ആ ഇസ്മു പറഞ്ഞതിന്റെ പുണ്യം കൊണ്ട് ഞാൻ കൃതാർത്ഥനാണ്. ഐ ആം സാറ്റിസ്ഫൈഡ്. എനിക്കതിന്റെ സന്തോഷം മതി ഇഹലോകത്ത്. അതുകൊണ്ട് ഒരുത്തപ്പെടുന്ന ഞാൻ നാളെ റബ്ബിനെ കാണും. ഇന്നക്കും സതൽഖൗന റബ്ബക്കും കമാ തൽഖൗനൽ ഖമറ ഫീ ലൈലത്തിൽ ഖദ്ർ. പൂർണ്ണചന്ദ്രനെ എല്ലാവരും കാണുന്നത് പോലെ പടച്ച തമ്പുരാനെ നാളെ എല്ലാ സൗകുമാര്യത്തോടെ എല്ലാ പൂർണ്ണമായ എല്ലാ ഗുണഗണങ്ങളോടെയും മുഅ്മിൻ അനുഭവിക്കുന്ന ഒരു ഘട്ടം പരലോകത്ത് വരാനുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിസ്മി ബറക്കത്തിന്റെ ബാണേ. ഖുർആൻ തുടങ്ങുന്നത് അവിടെയാണ്. ബറക്കത്ത് നിഷേധിക്കുന്നവർ പണ്ട് പറഞ്ഞത് റസൂലുള്ളാഹിന്റേതായാൽ പോലും അത് ബാപ്പ മാറ്റി വെച്ചൊരു പഴയ പേന പോലെ, അത് ബാപ്പ കൊണ്ട് മറന്നു വെച്ചൊരു നരച്ച കാലൻ കുട പോലെ. പണ്ടങ്ങനെ പറഞ്ഞവര് ഇന്ന് തിരുത്തി പറയുന്നു. മുത്ത് റസൂലുള്ളാഹിന്റെ ശഅറിന് ബർക്കത്തുണ്ട്. അത്രയും സന്തോഷം. പിന്നെ ഒരു നിരൂപണം, അത് ഹിജ്റ 300 ശേഷം ലോകത്തെവിടെയും ഇല്ല എന്ന പുതിയ കണ്ടെത്തൽ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, 299 250 ഹിജ്റ 200 ഞാൻ ചോദിക്കട്ടെ, ഹിജ്റ 200 ജീവിച്ചിരിക്കുന്ന ഇമാം ഷാഫിഈ തങ്ങള്, ഹിജ്റ 200 ജീവിച്ചിരിക്കുന്ന ഇമാം ബുഖാരി തങ്ങള് ഷഹർ മുബാറക്കിനെ ബഹുമാനിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ മോനെ, സ്നേഹിച്ചിട്ടുണ്ടല്ലോ, ബഹുമാനിച്ചിട്ടുണ്ടല്ലോ, തലയിൽ വെച്ചിട്ടുണ്ടല്ലോ, കണ്ണിൽ വെച്ചിട്ടുണ്ടല്ലോ, വായിൽ വെച്ചിട്ടുണ്ടല്ലോ. 300 ദുനിയാവിലുള്ളതെല്ലാം കൂടി അങ്ങ് പറന്നുപോയതാണോ? ആണെങ്കിലും അല്ലെങ്കിലും ഹിജ്റ 200 ജീവിച്ചവർ ഇതിന്റെ ബർക്കത്തെടുത്തതല്ലേ, ഇതിനെ ബഹുമാനിച്ചതല്ലേ, സ്നേഹിച്ചതല്ലേ, ആദരിച്ചതല്ലേ? അങ്ങനെയാണ് നമുക്കും കിട്ടിയതെന്ന് കരുതുന്ന ഒരാൾക്ക് അതേ ബഹുമാനം, അതേ സ്നേഹം ഇപ്പം കൊടുത്തൂടെ? അത് 300 ഇല്ലാണ്ടായിപ്പോയി എന്ന് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ബഹളം വെക്കുന്നതിനൊരു പരിധി വേണ്ടേ? ഹിജ്റ 300 ആധാറുകളൊക്കെ നശിച്ചു പോകും എന്ന് ലോകത്തെ ഏതെങ്കിലും ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? ഹിജ്റ 300 പിന്നൊരു സാധനവും എവിടെയും കണ്ടില്ല എന്നേതെങ്കിലും ചരിത്രകാരൻ എഴുതി വെച്ചിട്ടുണ്ടോ? ഈമാനുള്ള മുഅ്മിനീങ്ങൾ ഏതെങ്കിലും കാലത്ത് ഇത് കരിച്ചു കളയുമോ? ഇത് കുഴിച്ചു മൂടിക്കളയുമോ? ഈമാനുള്ള മുഅ്മിനീങ്ങൾ ഇത് ടേച്ചു പോകുമോ? നിനക്ക് മുത്ത് റസൂലുള്ളാഹിനെ അറിയുമോ? അവിടുത്തെ പേരെന്ത്? ഉപ്പയുടെ പേരെന്ത്? എല്ലാം ഇവിടെ കൃത്യമാണ്, രേഖയുള്ളതാണ്. ജനിച്ചതെന്ന്, വഫാത്തായതെന്ന് ഓരോരുത്തരോട് എന്തൊക്കെ പറഞ്ഞതാണ്. ആ തലയിലെ മുടിയെത്ര, ആ മീശരോമങ്ങളിലെ കേശനാരുകൾ എത്ര, ആ താടിരോമങ്ങളിൽ വെളുത്തതെത്ര, ചെമ്പിച്ചതെത്ര, കറുത്തതെത്ര, ഒക്കെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്ര പുരുഷനല്ലയോ മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്ത് 1500 കൊല്ലമായി ആ മഹാവ്യക്തിത്വത്തെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ മുഴുവനും. ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. സുബ്ഹാനല്ലാഹ്. 800 കോടി മനുഷ്യർ ഈ ലോകത്തുണ്ടെങ്കിൽ അതിൽ 200 കോടിയും മുഅ്മിനായി ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ സഹോദരാ. അവിടെ നീ കേൾക്കണം, 2 കോടിയിലേറെ ആളുകൾ പരിശുദ്ധ ഖുർആൻ വള്ളിപുള്ളി വിസർഗങ്ങൾ മാറിപ്പോകാതെ കാണാതെ പഠിച്ചവരല്ലയോ? റസൂലുള്ളാഹിന്റെ ഭാഷ ഇന്നും ലോകത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും വളർച്ചയുള്ള ഭാഷയാണ്. റസൂലുള്ളാഹിന്റെ നാട് ലോകത്തിന്റെ നടുമുറ്റമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കള് സയ്യിദുമാർ ലോകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. റസൂലുള്ളാഹിയുടെ തങ്ങൾ, അവിടുത്തെ അക്ഷരങ്ങൾ ഓരോന്നും ലോകത്ത് രേഖപ്പെടുത്തപ്പെട്ട അത്ര വേറെ ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ, കാണുന്നുണ്ടോ? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഉറക്കെ വിളിച്ചു പറയപ്പെടുന്ന ആ പേര് പോലെ ആവർത്തിക്കപ്പെടുന്ന, സ്തുതിക്കപ്പെടുന്ന, വാഴ്ത്തപ്പെടുന്ന വേറെ ഏതെങ്കിലും ഒരു പേര് ലോകത്തെവിടെയെങ്കിലും ആർക്കെങ്കിലും ഉറക്കെ പറയാനുണ്ടോ? ഇല്ലെങ്കിൽ 300 തീർന്നുപോയി എന്ന് പറയാൻ എന്ത് തെളിവാണ്?